أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിൻ്റെ നിയമത്തിൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരു കാര്യമാണ് അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. സൂറത്ത് അൻഫാലിലെ ഒരു സൂക്തമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ സൂക്തത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ സൂക്തങ്ങൾ ആയത്തുകൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ രക്ഷിതാവിൽ ഫലമേൽപ്പിക്കുന്നവരാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്നാമതായി അള്ളാഹു സ്മരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഭയമുണ്ടാകും, ദുഃഖമുണ്ടാകും. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സൂക്തങ്ങൾ, ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവ പറയപ്പെടുകയോ ഓതിക്കേൾപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. മൂന്നാമതായി പറയുന്നത് അവരുടെ രക്ഷിതാവിൽ അവർ ഫലമേൽക്കുകയും ചെയ്യും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുവാൻ ആവശ്യമായ കൽപ്പന നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു ഒരിക്കൽ പ്രവാചകനോടായി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറയുന്നത് ഇപ്രകാരം, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത ശക്തിയിൽ നീ ഫലമേൽപ്പിക്കുക. വസബ്ബിഹ് ബിഹംദിഹി, അവന്റെ സ്തുതികീർത്തനങ്ങൾ നീ സ്തുതിക്കുകയും സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്യുക. അല്ലാഹു അവന്റെ ദാസന്മാരെ കുറിച്ച്, അവരുടെ ഭാവങ്ങളെ കുറിച്ച് പൂർണ്ണമായി അറിയുന്നവനാണ്. ഇവിടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ തന്റെ രക്ഷിതാവിൽ ഫലമേൽപ്പിക്കുവാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. വിശ്വാസി സമൂഹത്തോട് മൊത്തത്തിലുള്ള കൽപ്പനയും ഇതേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹുവിൽ നിങ്ങൾ ഫലമേൽപ്പിക്കുക, നിങ്ങൾ വിശ്വാസികളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ തവക്കുൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫലമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ കഴിവിന് അപ്പുറമായ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, നീറ്റ് എക്സാം അല്ലെങ്കിൽ JEE അതുപോലെ ഏതെങ്കിലും ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിന്റെ പരമാവധി ആ മേഖലയിൽ അവർ ശ്രമിച്ചു. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അതിന്റെ സിലബസ് മുഴുവൻ കവരുകയും അത് മുഴുവൻ പഠിക്കുകയും
വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവന്റെ പരിധിയിൽപ്പെടാത്ത ചില പ്രതിസന്ധികൾ, ചിലപ്പോൾ ആ യാത്രാ ദിവസം ഉണ്ടാകുന്ന യാത്രാ തടസ്സങ്ങളാകും, അല്ലെങ്കിൽ ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളാകും, മറ്റേതെങ്കിലും കാരണങ്ങളാകും. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ, അത്തരം ഘട്ടത്തിൽ അവൻ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കേണ്ടതുണ്ട്. ഫലമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ്. നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോഴും അതിന്റെ മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കരുത്തേകുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്നത്. ആ തവക്കുൽ എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. യോടായി ഒരിക്കൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ രീതിയിലാണ്: നീ അല്ലാഹുവിൽ പരമേൽക്കുക, തീർച്ചയായും താങ്കൾ വ്യക്തമായ സത്യത്തിന്റെ പാതയിലാണ്. പ്രബോധന പ്രവർത്തനങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ചില ഘട്ടങ്ങളിലെങ്കിലും ചില നിരാശ ബാധിക്കുന്നു. ഞാൻ പറയുന്ന ഈ സന്ദേശം ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്ന ഒരു മനപ്രയാസം പ്രവാചകനെ പിടികൂടുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുക. ഒരു നിലക്കും ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസം, ഒരു മാനസികമായ ഒരു പിരിമുറുക്കം താങ്കൾ അനുഭവിക്കേണ്ടതില്ല. കാരണം വ്യക്തമായ സത്യത്തിലാണ്, സത്യത്തിന്റെ പാതാവിലാണ് താങ്കൾ ചലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഫലമേൽപ്പിച്ച് മുന്നോട്ട് പോകുക എന്നാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് നൽകുന്ന സന്ദേശം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഫലമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തതിനു ശേഷം അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുക എന്നതാണ്. ഒരു വ്യക്തി ജോലിക്ക് പോകാതെ, അല്ലെങ്കിൽ അയാളുടെ ആവശ്യമായ ഉപജീവന മാർഗം തേടാതെ ഞാൻ അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് അള്ളാഹു നൽകും എന്ന ചിന്ത വെച്ച് പുലർത്താൻ പാടില്ല. മറിച്ച് അയാൾ ചെയ്യേണ്ട അയാളുടെ ഭാഗം മുഴുവൻ നിർവഹിച്ചതിന് ശേഷമായിരിക്കണം അയാൾ ഫലമേൽപ്പിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ ഫലമേൽപ്പിക്കേണ്ടത്? അദ്ദേഹം പറയുകയുണ്ടായി, ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറുസിഖ്തും. നിങ്ങൾ യഥാർത്ഥത്തിൽ മുറപ്രകാരം എങ്ങനെയാണോ തവക്കുൽ ചെയ്യേണ്ടത് ആ രീതിയിൽ അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭക്ഷിപ്പിക്കപ്പെടും, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടും. കമാ തുർസഖു ത്വയ്റു, പക്ഷികൾക്ക് ഉപജീവനം ലഭിക്കുന്നത് പോലെ. തഖുദു ഖിമാസ, അവർ പ്രഭാതത്തിൽ വയറൊട്ടിയവരായി എന്ന് പറഞ്ഞാൽ വയർ കാലിയവരായി പുറത്തു പോകുന്നു. അതുപോലെ തന്നെ റൂഹ് ദിദ്വാന, അവർ വയറ് നിറച്ചവരായി തിരിച്ചു വരികയും ചെയ്യും. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടും പക്ഷികളെ പോലെ. പക്ഷികളെ പോലെ എന്ന് പറഞ്ഞിട്ട് പക്ഷികൾ കൂടിനകത്ത് ഇരിക്കുകയല്ല. ആ പക്ഷികൾ പ്രഭാതത്തിൽ അവരുടെ ഉപജീവനം തേടി പുറത്തു പോകുന്നു. അങ്ങനെ അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി വയറ് നിറച്ചതിന് ശേഷം അകത്തേക്ക് വരുന്നു. ഇതേ രീതിയിലായിരിക്കണം ഒരാളുടെ തവക്കുൽ. അയാൾ ചെയ്യേണ്ട അയാളുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷമായിരിക്കണം അയാൾ അല്ലാഹുവിൽ ഫലമേൽപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ, സമയം വൃഥാ കളഞ്ഞ് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കാതെ, അല്ലെങ്കിൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടക്കാതെ ഞാൻ എല്ലാം അല്ലാഹുവിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശുദ്ധ വിഡ്ഢിത്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളായി കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ട ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ കഠിനാധ്വാനം ചെയ്യാതെ ആ രംഗത്ത് വിജയമുണ്ടാകുകയില്ല. ഏതെങ്കിലും നിലക്കുള്ള അലസത ബാധിച്ച് അയാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് തകർച്ച സംഭവിക്കും. ഇവിടെ അയാളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷവും ചില പ്രതിബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുക. ആ പ്രതിബന്ധങ്ങളുടെ കാര്യത്തിലാണ് തവക്കുൽ എന്നുള്ളത്. അവിടെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാവലുണ്ടാകും എന്നുള്ള ബോധമുണ്ടാകും. ഇനി തവക്കുൽ അത് അള്ളാഹുവിൽ മാത്രമായിരിക്കണം. വിശുദ്ധ ഖുർആൻ എപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചില സന്ദർഭങ്ങളിലെങ്കിലും മുസ്ലിം സമുദായത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റു പലതിനും ഫലമേൽപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. മുൻകാലങ്ങളിലൊക്കെ തന്നെ പച്ചക്കറിത്തോട്ടങ്ങളിലൊക്കെ ഒരു നോക്കുകുത്തി സ്ഥാപിക്കും. ആ നോക്കുകുത്തിക്ക് മറ്റുള്ളവരുടെ കണ്ണിനെ തടയുവാൻ, അല്ലെങ്കിൽ അവരുടെ നാവിനെ തടയുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതായിരുന്നു സമൂഹത്തിന്റെ വിശ്വാസം. ഇന്നും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
ചില ആളുകളെങ്കിലും ശരീരത്തിൽ ചില തകിടുകൾ അല്ലെങ്കിൽ മറ്റു ചില സാധനങ്ങൾ ബന്ധിച്ചതായി കാണാൻ കഴിയും. അതിലൂടെയൊക്കെ തന്നെ അവർക്ക് ചില പ്രത്യേക ദിവ്യശക്തികളുണ്ട്. അതിൽ താൻ തവക്കലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധമാണ് അയാളുടെ ഉള്ളിലുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ഒരു തകിട് ശരീരത്തിൽ ബന്ധിച്ച ഒരു വ്യക്തി സമീപിച്ചപ്പോൾ ഒരു സംഘം ആളുകൾ, ആ സംഘം ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്തു. 9 ആളുകളിൽ 8 ആളുകൾ ബൈഅത്ത് ചെയ്തു. അവസാനത്തെ വ്യക്തി ഇദ്ദേഹത്തോട് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. എന്താണ് മാറി നിൽക്കുവാൻ കാരണം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തകിടാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്തിനാണ് ഇത് ബന്ധിച്ചത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ വ്യക്തി പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതില്ലാതിരിക്കുവാൻ. പ്രവാചകൻ പറഞ്ഞത്, അത് താങ്കളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നോടത്തോളം കാലം താങ്കളുടെ വിഷമങ്ങൾ കൂടുകയില്ല, അത് ഒരിക്കലും കുറയുകയില്ല. അതൊരു തരത്തിലുള്ള തവക്കുലാണ്. അത് ഒരിക്കലും നമുക്കുണ്ടായിട്ടില്ല. അത് അഭൗതികമായ നമ്മുടെ കഴിവിൽപ്പെടാത്ത ചില കാര്യങ്ങൾ ഇത്തരം വസ്തുക്കളിലൂടെ, അതേ ചിലപ്പോൾ ഏതെങ്കിലും മഹാന്മാർ എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന ആളുകളാൽ ഒഴുതപ്പെട്ടതോ മറ്റൊക്കെ ആയിരിക്കാം. എന്തായാലും അത് ആ വസ്തു നമ്മുടെ ശരീരത്തിൽ ബന്ധിക്കുന്നതിലൂടെ അതിൽ നമ്മൾ തവക്കുലാക്കുകയാണ്. അത്തരത്തിലുള്ള തവക്കുൽ പുതിയ പാപമാണ്, ശിർക്കാണ് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടത്. നാം പരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ഏതെങ്കിലും ഒരു എഴുത്ത്, നമ്മുടെ വീട് പുതുതായി നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ മുമ്പിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെക്കുന്ന പ്രവണത നമുക്ക് കാണാൻ കഴിയും. മാഷാ അല്ലാഹ് എന്ന് പറയാം, പക്ഷെ അവിടെ എഴുതി വെച്ചതുകൊണ്ട് പ്രത്യേകമായ സംരക്ഷണം ആ നമ്മുടെ വീടിനുണ്ടാകും എന്നുള്ള ധാരണ നമുക്ക് ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. കേവലം ഒരു ബോർഡ് വെക്കുന്നതിലൂടെ എല്ലാം തവക്കലുണ്ടാകും. തവക്കൽ പറയുന്നത് നമ്മുടെ വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ തവക്കലുണ്ടാകുന്നില്ല. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ തരണം ചെയ്യുവാൻ എൻ്റെ രക്ഷിതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ തവക്കൽ. ആ തവക്കൽ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ഒരു സ്റ്റിക്കറിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബോർഡിലൂടെ അത് പ്രാവർത്തികമാകും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവേണ്ടതില്ല. ഇനി നോക്കൂ, വ്യക്തി വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇങ്ങനെ വളരെ കൃത്യമായ തവക്കൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ നമുക്ക് ഉണ്ടാകുമെന്നതാണ്. 10-ലധികം കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തവക്കലാക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കും. ഒന്നാമതായി, അയാൾ ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപജീവന മാർഗം തടയപ്പെടുമോ അല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ ലഭിക്കാതിരിക്കുമോ എന്നുള്ള ആദിയാണ് പല തെറ്റുകളും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ഹറാമായ രീതിയിലൂടെ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നത് അത്തരം ആളുകളാണ്. എന്നാൽ അല്ലാഹു പരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉപജീവനം അല്ലാഹു എന്താണോ കണക്കാക്കിയത് അത് ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹറാമിലേക്ക് അയാൾ ഒരിക്കലും പോകുകയില്ല. തവക്കലിന്റെ ഒന്നാമത്തെ ഗുണം ഹറാമിൽ നിന്ന് നാം സംരക്ഷിക്കപ്പെടുമെന്നതാണ്. അതോടൊപ്പം തന്നെ മനസ്സമാധാനം. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലയ്ക്ക് സമാധാനമില്ലായ്മ, അസ്വസ്ഥതകൾ, ശാന്തിയില്ലായ്മ അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന, ഡിപ്രഷൻ അടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉത്കണ്ഠകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകൾ. അവിടെയൊക്കെ തന്നെ ഭാവി ജീവിതം ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചിന്തയാണ്. ആ ചിന്ത പലപ്പോഴും ഉണ്ടാകുന്നത് യഥാർത്ഥ തവക്കുലില്ലാത്തത് കൊണ്ടാണ്. തന്റെ ജീവിതം അല്ലാഹുവിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഗമനത്തിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനസ്സമാധാനത്തിന്റെ കുറവ് അയാൾ അനുഭവിക്കേണ്ടതില്ല. തവക്കലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാവർക്കും സമാധാനമുള്ള, ശാന്തിയുള്ള, സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയായി. അതോടൊപ്പം തന്നെ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മൻ സ്വദഖ തവക്കുലുഹി അലല്ലാഹി ഫീ ഹുസൂലി ശൈഇൻ നാദു. യഥാർത്ഥത്തിൽ ഒരാൾ തവക്കുൽ, അല്ലാഹുവിൽ ചെയ്യേണ്ട തവക്കുൽ സത്യസന്ധത പാലിച്ചാൽ ഏത് കാര്യമാണോ അയാൾക്ക് ലഭിക്കേണ്ടത് അത് ലഭിച്ചിരിക്കുമെന്നതാണ്. അങ്ങനെ തവക്കുൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുന്നതോടാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും ഏറെ പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ സംരക്ഷണം എന്നത്. നമുക്ക് ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ മറ്റു ഏതെങ്കിലും ജീവഹാനി സംഭവിക്കാം, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം സംഭവിക്കാം, അങ്ങനെ പലതും സംഭവിക്കാം. അവിടെയൊക്കെ തന്നെ മറ്റു തരത്തിലുള്ള സംരക്ഷണങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുവാൻ നമുക്ക് സഹായകരമാകുന്നത്, നമുക്ക് മനഃശാന്തി ലഭിക്കുന്ന രീതിയിൽ സംരക്ഷണം നൽകുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ സംരക്ഷണം.
ആ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. ഒരാൾ തവക്കൽ ചെയ്താൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നു, അയാൾക്ക് അല്ലാഹു മതിയായവനാണ്, അല്ലാഹു തികഞ്ഞവനാണ്. അതുകൊണ്ട് നമ്മുടെ സംരക്ഷണം അല്ലാഹുവിലാണ് നാം ഏൽപ്പിക്കേണ്ടത്. അപ്രകാരം തന്നെ അല്ലാഹുവിന്റെ സ്നേഹം ഉണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് തീരുമാനത്തിൽ ചില അവ്യക്തതകളുണ്ട്. വളരെ കൃത്യമായി കാര്യങ്ങൾ ആലോചിച്ച് മറ്റുള്ളവരൊക്കെ കൂടി ആലോചിച്ചാണ് ഏത് തീരുമാനവും എടുക്കേണ്ടത്. വ്യക്തിപരമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിലും മറ്റും നമുക്ക് ആലോചിക്കാവുന്നതാണ്, മറ്റുള്ളവരോട് ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ ശേഷിയും കഴിവും പ്രാപ്തിയും ഒക്കെ അനുസരിച്ചാണ് നാം തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്താൽ ഒരു തരത്തിലുള്ള ഇൽത്തിബാസ്, ഒരു കൺഫ്യൂഷൻ അത് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. വളരെ കൃത്യമായി ചർച്ച ചെയ്ത് ഇസ്തിഖാറത്തൊക്കെ നടത്തി ഖൈറിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നടത്തി നമ്മളൊരു തീരുമാനമെടുത്താൽ പിന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഇപ്രകാരം: ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. താങ്കൾ ഒരു തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അങ്ങനെ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ നാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചാൽ അല്ലാഹുവിന് അത് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങൾക്ക് ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ചിലപ്പോൾ തീരുമാനം എടുത്തതിന് ശേഷവും മറ്റു ചില ആളുകൾ ആ തീരുമാനത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചേക്കാം. വളരെ കൃത്യമായി ഇസ്തിഖാറത്തിന്റെ നമസ്കാരവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നമുക്കറിയാം ആ പ്രാർത്ഥനയിലുള്ളത് അല്ലാഹുവേ, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിന്റെ നന്മയും അതിന്റെ പര്യവസാനവും നിനക്കാണ് കൂടുതൽ അറിയുന്നത്. എനിക്കത് ഗുണകരമാണെങ്കിൽ എന്നെ അതിൽ നീ ഉറപ്പിച്ചു നിർത്തുകയും എനിക്ക് ദോഷകരമാണെങ്കിൽ എന്നെ നീ അതിൽ നിന്ന് മാറ്റുകയും ചെയ്യണമെന്ന് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നാം ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം ആ തീരുമാനവും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് സഹായമാകുന്നത് അല്ലാഹുവിലുള്ള തവക്കുലാണ്. അങ്ങനെ തവക്കൽ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനെ ആരെങ്കിലും തവക്കുൽ ചെയ്യുന്നു എങ്കിൽ അല്ലാഹു അങ്ങനെ തവക്കൽ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇനി നോക്കൂ, പൈശാചികമായ ചിന്താഗതികൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് പിശാചി പല നിലക്കും മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു തരത്തിലുള്ള വിശ്വാസ്, ഒരു തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ തെറ്റായ ചിന്താഗതികൾ ഉണ്ടാക്കി പിൻവാങ്ങുന്നു. അതാണ് പിശാചിന്റെ പ്രവർത്തനം തന്നെ. അത് മനുഷ്യരിലൂടെ ആകാം, അതുപോലെ തന്നെ ജിന്നുകളിലൂടെയാകും. നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. എന്നാൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങൾക്ക് അയാൾ ഒരിക്കലും വിധേയനാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹ്ലിന്റെ 99-100 വചനങ്ങളിൽ പറയുന്ന ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും കാര്യം ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു. വിശ്വാസികളുടെ മേൽ അവന് പിശാചിന് ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മാത്രമല്ല അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന വ്യക്തികളുടെ മേലും അത്തരം ആളുകൾക്ക് ആ പിശാചിന് ഒരു തരത്തിലും ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നാം വിശ്വാസികളാണെങ്കിൽ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചവരാണെങ്കിൽ നമ്മുടെ മേൽ പിശാചിന് യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല. വളരെ കൃത്യമല്ലാത്ത തവക്കുലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ചില കോട്ടങ്ങളും പരിമിതികളും ഉണ്ടെങ്കിൽ പിശാചിന് നമ്മെ വഴിതെറ്റിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ചില തെറ്റായ പ്രചരണങ്ങൾ നടത്താം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന് പിശാച് ബാധയേറ്റു എന്നും അദ്ദേഹത്തിന് ചില അവ്യക്തതകളൊക്കെ ഉണ്ടായി എന്നും ചില ആളുകൾ പറയാറുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തനുസരിച്ച് നാം ആലോചിച്ച് നോക്കും. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും കാര്യം പിശാചിന് ഒരു നിലക്കുള്ള സുൽത്താൻ, ഒരു നിലക്കുള്ള സ്വാധീനമില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനു, വിശ്വാസികളുടെ മേൽ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിന്റെ മേൽ പരമേൽപ്പിച്ച ആളുകളുടെ മേൽ. അല്ലാഹുവിൽ പരമേൽപ്പിച്ച വിശ്വാസികളായ ആളുകൾക്ക് പിശാചിന് ഒരു നിലക്കുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയുള്ള ബാധയുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു? നാം ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പിശാചിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുർബോധനങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് വളരെ കൃത്യമായ തവക്കുൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ മനുഷ്യരുടെയൊക്കെ തന്നെ ആദി, അതുപോലെ തന്നെ ചിന്ത ഉപജീവനത്തെ കുറിച്ചാണ്.
തന്നെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച്, അതുപോലെ തന്നെ തനിക്ക് വേണ്ടപ്പെട്ട തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളിലേക്ക് ഭാവി എന്താകും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുകയില്ലോ എന്നുള്ള തലത്തിലുള്ള ചിന്തകൾ മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നാം പക്ഷികളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കൃത്യമായ തവക്കുലുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഉപജീവനം ലഭിച്ചിരിക്കും. അയാളുടേതായ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് ഭക്ഷണം മുടങ്ങുമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടത്ര ഉപജീവനം ലഭിക്കാതിരിക്കുമോ എന്നുള്ള ചിന്ത അയാളെ അലട്ടേണ്ടതില്ല. തീർച്ചയായും തവക്കുലുണ്ടെങ്കിൽ അയാൾക്ക് ഉപജീവനം ലഭിച്ചിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗം ലഭിക്കുകയാണ്. നമ്മുടെയൊക്കെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്. സ്വർഗപ്രവേശനമാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ മുന്നോട്ട് നയിക്കേണ്ട കാര്യം. വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേക അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നത് ഇപ്രകാരമാണ്: വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ, ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഗുർഫ, അവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നാം ഒരു റൂം തയ്യാറാക്കി കൊടുക്കുക തന്നെ ചെയ്യും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന വളരെ സുന്ദരമായ രീതിയിലുള്ള ഒരു ഭവനം. ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളാണ്. നിഅമ അജ്റുൽ ആമിലീൻ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനം എത്ര മനോഹരമാണ്. എന്താണ് അതിന് കാരണം? അല്ലദീന സബറു, അവർ ക്ഷമിച്ചു. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടത്തിൽ, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ വിശ്വാസത്തെ മലീമസമാക്കത്തക്ക രീതിയിൽ തിന്മകളിലേക്ക് മനസ്സ് ചാഞ്ചാടുന്ന ഘട്ടത്തിലൊക്കെ ക്ഷമയോടുകൂടി ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആളുകൾ. മാത്രമല്ല അവർ തങ്ങളുടെ രക്ഷിതാവിൽ പരമേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ക്ഷമിക്കുകയും പരമേൽപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് ആത്യന്തികമായി ലഭിക്കുവാനുള്ളത് സ്വർഗപ്രവേശനമാണ്. അതുകൊണ്ട് തന്നെ ഈ പരമേൽപ്പന നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായി ഉണ്ടാവേണ്ടതാണ്. അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ലഭിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ചില ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകാം, ചില മാരകമായ ബുദ്ധിമുട്ടുകൾ വരും. ചിലപ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണമാകാം, അല്ലെങ്കിൽ നാം വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു വരുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ നാശമാകാം, കച്ചവടത്തിന്റെ നഷ്ടമാകാം, നമ്മുടെ ജോലിയിലുള്ള നഷ്ടമാകാം, അങ്ങനെ പലതുമാണ്. വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോഴെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. നമുക്കറിയാം, ദൈവവിശ്വാസികളല്ലാത്ത നാസ്തികരായ ആളുകൾ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ആളുകളുണ്ട്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യുക, അല്ലാഹു തന്ന ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടാകും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാൻ തവക്കുൽ അവന് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. അവിടെ അവന്റെ വിശ്വാസം, ആ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് അല്ലാഹു എന്താണോ ഞങ്ങൾക്ക് നിശ്ചയിച്ചത് അതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവർ പരമേൽപ്പിച്ചുകൊള്ളട്ടെ. അപ്പോ ഏതെങ്കിലും ഒരു പ്രതിസന്ധി, ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ പോലും അള്ളാഹു എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് എനിക്ക് ലഭിക്കും. ഇവിടെ എനിക്ക് ഈ സംഭവിച്ച നഷ്ടം ഒരുപക്ഷെ അള്ളാഹു മറ്റൊന്നിലൂടെ നികത്തിയേക്കാം എന്ന ചിന്തയുണ്ടാവുക, അതല്ലെങ്കിൽ ഞാൻ ഇത് സഹിക്കുന്നതിലൂടെ പാലിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചേക്കാം എന്ന ചിന്തയുണ്ടാകുക. ഒരിക്കലും അവിടെ തന്റെ ജീവിതം തകർക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണതയല്ല വിശ്വാസിക്കുണ്ടാകുന്നത്. തവക്കുൽ നൽകുന്ന വലിയ ഒരു സുരക്ഷയാണ് ഇത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തവക്കുലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് മതിയായവനാണ് എന്ന ബോധം അവൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൽ തലാഖിലൂടെ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉപജീവനം അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ നിന്ന് ലഭിക്കുന്നു. ആ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു അത്തരം ആളുകൾക്ക് അള്ളാഹു മതിയായവനാണ്. തീർച്ചയായും അള്ളാഹു അവന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു നൽകും. അള്ളാഹു ഓരോ കാര്യത്തിനും ഒരു നിർമ്മിതമായ നിശ്ചിതമായ ഒരു പരിധി നിശ്ചയിച്ചു. ആ പരിധി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് വിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ നമ്മുടെ ജീവിതം അള്ളാഹു ഭരമേൽപ്പിക്കുവാൻ, നമ്മുടെ ഭാരങ്ങൾ അവനിൽ ഇറക്കി വെക്കുവാൻ വളരെ ദൃഢബോധ്യത്തോടുകൂടി ആ പരമേൽപ്പന
കൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രകാരം അല്ലാഹുമ്മ ലക അസ്ലംതു അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് കീഴൊതുങ്ങി, വബിക ആമൻതു നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്തു ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു, വബിക ഖാസംതു നിന്റെ കാര്യത്തിൽ ഞാൻ മറ്റുള്ളവരോട് തർക്കിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനയിൽ ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വഅലൈക തവക്കൽതു നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥനാ വചനങ്ങൾ നാം ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, വബിക ആമൻതു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്തു നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു, വബിക ഖാസംതു നിന്റെ കാര്യത്തിൽ ഞാൻ മറ്റുള്ളവരോട് തർക്കിച്ചു. പ്രാർത്ഥന നാം പഠിക്കുക, ജീവിതത്തിൽ പുലർത്തുക. സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഉണർത്തുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് വേനലവധി വരുന്ന ഒരു സന്ദർഭമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതിർന്നവരെക്കാൾ കൂടുതൽ മാനസിക സ്ട്രെസ്സുകൾ, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകളാണ്. പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്നുള്ള കടുത്ത പിരിമുറുക്കം നൽകത്തക്ക രീതിയിലുള്ള പഠനവും മറ്റും കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട്, അതുകൊണ്ട് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികോല്ലാസം ലഭിക്കുന്ന, അവർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലാക്കുവാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പഠനഭാരം ലഘൂകരിക്കുവാൻ നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുവാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അവർ 4 ചുമരുകളിൽ അടക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ അവർ ആഗ്രഹിക്കുന്നവരാണ്. പുറത്തു പോകുവാൻ പല കുട്ടികൾക്കും താല്പര്യമില്ലാത്ത, കുട്ടികളെ പുറത്ത് പറഞ്ഞയക്കുവാനും അല്ലെങ്കിൽ അവരോടൊപ്പം നമുക്ക് പുറത്തു പോകുവാനും നമ്മുടെ ഈ പ്രകൃതിയുള്ള ഓരോ വസ്തുക്കളെ കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും അത് അവർക്ക് നിരീക്ഷിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പലപ്പോഴും പട്ടണങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണത അവർക്ക് സുപരിചിതമല്ലാത്ത കാര്യമാണ്. മലയാറ്റൂർ അദ്ദേഹത്തിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു കാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നത്, കുട്ടികളെ കൊണ്ട് പാടത്തൂടെ ഒരു രക്ഷിതാവ് നടക്കുന്ന സന്ദർഭത്തിൽ നെല്ല് കണ്ടപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, ഇതെന്താണ്? അപ്പോൾ രക്ഷിതാവ് പറഞ്ഞു, നെല്ല്. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു, ഇതിൽ നിന്നാണ് അരി ഉണ്ടാകുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ചപ്പോൾ കുട്ടികൾ തിരിച്ചു, ഓ നെൽച്ചെടിയല്ലേ. അപ്പോൾ അതിനെ കുട്ടികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും അവർ തിരിച്ചറിയപ്പെടാറുണ്ട്. നിരീക്ഷണ പാഠം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില ഗാഡ്ഗറ്റ്സിൻ്റെ മുമ്പിൽ മാത്രം സമയം ചെലവഴിച്ച് അതിൽ അവരുടെ ബ്രെയിൻ മറ്റും കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ബുദ്ധിക്ക് തന്നെ ദോഷം സംഭവിക്കുന്ന രീതിയിലാകുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ആസ്വദിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായും അതോടൊപ്പം തന്നെ മാനസികമായും ഉല്ലാസം ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ അവരുടെ അവധിയെ ആക്കി തീർക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും അവധി കവർന്നെടുക്കുന്ന ഒരു രീതി രക്ഷിതാക്കളിൽ നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില പ്രത്യേക സ്കില്ലുകളുണ്ടാകും. ആ സ്കില്ലുകൾ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യം നമുക്ക് അവർക്ക് ഒരുക്കി കൊടുക്കാവുന്നതാണ്. ഒരു അക്കാഡമിക് തലത്തിലല്ലാതെ തന്നെ അതിന് നമുക്ക് മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൽ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ രക്ഷിതാവിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വരയിൽ താല്പര്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാഹചര്യങ്ങൾ രക്ഷിതാവിന് ഒരുക്കി കൊടുക്കാൻ സാധിക്കാവേണ്ടതാണ്. അപ്രകാരം തന്നെ ഗണിതപരമായ ബുദ്ധി കൂടുതലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മേഖലകൾ രക്ഷിതാവ് ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലായിരിക്കണം നമ്മുടെ താല്പര്യം. ഒരിക്കലും നിർബന്ധിച്ച് അവരെ അവരുടെ വെക്കേഷൻ അവധിക്കാലം കളയുന്ന രീതിയിലുള്ള അടിച്ചേൽപ്പിച്ച പഠനങ്ങളിൽ നിന്ന് നാം രക്ഷിതാക്കൾ മാറി നിൽക്കണം.
അവർക്ക് എല്ലാ നിലക്കും ആശ്വാസവും സമാധാനവും ലഭിക്കത്തക്ക രീതിയിൽ ഈ സന്ദർഭത്തെ ആക്കിയെടുക്കുവാൻ നാം പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ മാത്രം പരിമിതമായി മുന്നോട്ട് പോകുന്നവരാണ്. മതപരമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടത്ര തെളിച്ചമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനകൾ ആയാസരഹിതമായി പഠിക്കുവാനുമുള്ള അവസരമായി ഇതിനെ നമുക്ക് കാണാൻ എടുക്കേണ്ടതാണ്. പലപ്പോഴും ദീർഘമായ പ്രാർത്ഥനകൾ ഒറ്റയടിക്ക് പഠിക്കാൻ നിർബന്ധിക്കാതെ അവസരവും സന്ദർഭവും നൽകി അല്പാൽപമൊക്കെ പഠിക്കുകയും അത് ജീവിതത്തിൽ പുലർത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നാം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മതസംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മതപരമായ ക്യാമ്പുകൾ 2-3 ദിവസങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് പറഞ്ഞയക്കാം. അത് ആസ്വാദനത്തോടുകൂടി പഠിക്കുവാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ നല്ല ഒരു അവധിക്കാലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് കോഴിക്കോട് ജില്ലയിൽ വളരെ യങ്ങായ 33 വയസ്സ് മാത്രമുള്ള സുഹൃത്ത് പെട്ടെന്ന് മരണപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഉദ്ദേശിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ കുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖദീറുൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.